2-ാം അധ്യായം അതിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ, 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 2:36 മുതൽ. ആശേർ ഗോത്രത്തിൽ ഫനൂവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം അധികമാരും പ്രസംഗിച്ചിട്ടില്ലാത്തതും അധികമാരുടെയും ശ്രദ്ധയിൽ പെടാത്തതുമായിട്ടുള്ള അന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകിയെ കുറിച്ചാണ്. ഹന്നയല്ല, അന്ന എന്ന് പറയുന്ന പ്രവാചകി. സ്തോത്രം. ദൈവവചനത്തിൽ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലൊരു കാര്യം മനസ്സിലായി. താൻ വിധവയായിരുന്നു. സ്തോത്രം. തന്റെ ഭർത്താവിനോട് കൂടെ ഏകദേശം ഒരു 7 വർഷക്കാലം മാത്രമേ തനിക്ക് താമസിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം തന്റെ ലൈഫ് എന്റെ ലൈഫ് ഒരു ദുരന്തമായി മാറി എന്ന് പറഞ്ഞ് ജീവിതം അവിടെ തീർക്കുകയല്ല അന്ന ചെയ്തത്. സ്തോത്രം. ഹാലലുയ, എന്റെ ലൈഫിലെല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. സ്തോത്രം. ഇനി എനിക്ക് ഒരു പർപ്പസ് എന്റെ ലൈഫിലില്ല, എന്റെ ഈ ചെറിയ കാലത്തിലേ എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ട ഒരു ലൈഫല്ല അന്ന അവിടെ നയിച്ചത്. പക്ഷെ ദൈവവചനം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. സ്തോത്രത്തെ അന്നു മുതൽ ദൈവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥനയാലും ഉപവാസത്താലും കർത്താവിന്റെ സന്നിധി സമയം ചെലവഴിക്കുന്ന ഒരു പ്രവാചകി. സ്തോത്രം. പുതിയ നിയമത്തില് ഒരുപാട് പ്രവാചകിമാരുടെ പേരെടുത്തു പറയുന്നുണ്ട്. എന്നാൽ പോലും 1-2 സ്ക്രിപ്ചറിൽ മാത്രമാണെങ്കിൽ പോലും ബൈബിളിൽ ഇടം പിടിക്കാൻ തക്കവണ്ണം ദൈവം അവളുടെ ലൈഫിന് ഇടയാക്കി തീർത്തു. ദൈവമക്കളെ, നമുക്കറിയാം ബൈബിൾ ആ ഒരു സമയങ്ങളിലൊക്കെ ഈ വിധവമാർക്ക് വലിയൊരു സ്ഥാനമൊന്നും സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ഇന്നും പല രാജ്യങ്ങളിൽ, ഈവൻ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവരെ ലെഫ്റ്റ് ഓവർ, അതായത് തിന്ന് ശേഷിപ്പ്, അങ്ങനെ നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ഓവർ ഫുഡ് എന്ന്, അങ്ങനെ ഒരു ഗണത്തിലേക്കാണ് പല രാജ്യങ്ങളിൽ അവരെ പെടുത്തുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട്. സ്തോത്രം. ബൈബിള് വിധവമാർക്ക് വലിയ സ്ഥാനമാണ് നൽകുന്നത്. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ്. ദൈവമാണ് അവരുടെ സംരക്ഷകൻ. അവരെ പരിപാലിക്കുന്നവന് വ്യക്തമായിട്ട് പറയും. കാരണം ദൈവത്തിന് അവരെ കുറിച്ച് വലിയ കരുതലും ദൈവത്തിന് അവരെ കുറിച്ച് വലിയ സംരക്ഷണവും ഒക്കെ ബൈബിൾ നൽകുന്നുണ്ട്. യേശു കർത്താവിന് അത്രയും പ്രിയപ്പെട്ടവരാണ് അവര്. വീണ്ടും വിവാഹം കഴിക്കുന്നവരുണ്ട്. സ്തോത്രം. അത് ഭർത്താവ് മരിച്ച ശേഷം കഴിക്കുന്നവരൊക്കെ തെറ്റാണെന്നൊന്നും ബൈബിൾ പറയുന്നില്ല. എന്നാൽ പോലും സ്തോത്രം, ഇവിടെ അന്ന എടുത്തൊരു തീരുമാനം. സ്തോത്രം. അവരുടെ ലൈഫിലുണ്ടായ ആ ദുരന്തത്തോടെ എന്റെ ലൈഫോട് തീർന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് മാറിയിരിക്കാതെ, സ്തോത്രം, അവൾ തിരഞ്ഞെടുത്തത് ഒരു വലിയ തീരുമാനമാണ്. അവളുടെ കോളിങ് മനസ്സിലാക്കി. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നിന്നിട്ട് അവളുടെ ലൈഫ് അവിടെ ടേൺ ചെയ്യാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ ഏകദേശം ഈ ഒരു പ്രവചനം അവിടെ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച്, യേശു കർത്താവ് ജനിച്ച ആ വലിയ സന്തോഷം, ആ രക്ഷയെ ബൈബിൾ ഇങ്ങനെ പറയുന്നു. അവള് നാളുകളായിട്ട് കാത്തിരിക്കുവായിരുന്നു, വർഷങ്ങളായിട്ട് അവള് അതിനുവേണ്ടി കാത്തിരിക്കുവായിരുന്നു. സ്തോത്രം. അവളുടെ ലൈഫിൽ അവൾക്ക് പറയാനായിട്ട് ഒന്നുമില്ല, ഹസ്ബൻഡില്ല, മക്കളില്ല, ഒന്നുമില്ല. ഒരുപക്ഷെ ആരും ഉണ്ടായിരുന്നു കാണില്ല. രാവും പകലും ആലയത്തിൽ എന്ന് പറയുമ്പോൾ ഒരു അവിടെ എവിടെയെല്ലായിരിക്കും അവള് താമസിച്ചിരുന്നത്. പക്ഷെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരു ഭാരവും വിലയും അവളുടെ ഹൃദയത്തിൽ ആഴമായിരുന്നു. സ്തോത്രം. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല ബൈബിളിൽ അവളുടെ പേര് ഇതുപോലെ വരുമെന്ന്. പക്ഷെ സ്വർഗം അത് എഴുതി വെച്ചിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗം അത് കണക്കാക്കിയിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ പ്രവൃത്തിയും കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ കണക്കിടുന്നൊരു ദൈവമാണ് നമ്മളുടെ ദൈവം. ദൈവസന്നിധി ഏറ്റവും വിലയേറിയതാ. മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു പക്ഷേ അത് വിഡിതമായിട്ട് തോന്നിയിരിക്കാം. പാപിനി മറിയം പോയിട്ട് സ്വച്ഛജടമാംസി തൈലം യേശു കർത്താവിന്റെ കാലുക്കൽ അത് പൊട്ടിച്ച് കാല് കഴുകുമ്പോ സ്തോത്രം, അവിടെ ഇരുന്നവര് പറഞ്ഞു, ഇത് അനാവശ്യ ചെലവാ, നമുക്ക് വട്ട. ഇത് വല്ല ദരിദ്രർക്കും കൊടുത്തുകൂടെ? സ്തോത്രം. പക്ഷേ മറിയെ സംബന്ധിച്ച് അവക്കുള്ള ഏറ്റവും വലിയ വിലയായിരുന്നു അതിന്. സ്തോത്രം. പക്ഷെ അവൾ അത് വിലമതിച്ചില്ല. കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരുവാനുള്ളൊരു ഹൃദയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. അതിന് സ്വർഗം ഏറ്റവും വലുതായിട്ട് കൺസിഡർ ചെയ്തു. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏതെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു പാർട്ട്, നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പാർട്ട് യേശുവിന് വേണ്ടി ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ ആദരിക്കുന്ന ഒരു സ്വർഗമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം അത് മനസ്സിലാക്കാതെ പോകത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ സമയത്ത് കർത്താവിന്റെ ടൈമിൽ ദൈവം അതിന് തക്കതായ പ്രതിഫലത്തെ നമുക്ക് തരും. പക്ഷെ ഈ ഭൂമിയിലും അതല്ല
അല്ല എങ്കിൽ നാം കർത്താവുമായി നാളെ കൂടി കാണുമ്പോൾ ഹാലയിലെ സ്വർഗം നമ്മളെ ആദരിക്കുന്ന നിലവാരത്തിലോട്ട് ദൈവത്തിന്റെ മഹത്വങ്ങളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതിന്റെ പകരക്കാലം എനിക്ക് നിങ്ങളെ നോക്കി പറയാനുള്ളത് സ്തോത്രം ഹാലല നമ്മുടെ ജീവിതത്തിൽ ഹാലലൂയ സ്തോത്രം. അന്ന എന്ന പ്രവാചികയെ പോലെ സ്തോത്രം ഹാലല അവൾ ചെയ്തത് കർത്താവിന് ശുശ്രൂഷയ. 84 വയസ്സിലും അവൾ പ്രവാചികയായിരുന്നു. സ്തോത്രം ഹാലലു. ഞാൻ ചിന്തിക്കുക ആക്റ്റീവായിട്ടൊരു പ്രവാചികയായിരുന്നായിരിക്കാം ഹാലലൂയ. കാരണം ഒരു ദർശകയായിരുന്നിരിക്കാം അവള്. മറ്റാർക്കും മനസ്സിലാക്കാത്ത ആത്മീയ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ മസിഹ ഈ പിറന്നിരിക്കുന്ന കുട്ടി വരുവാനുള്ള ലോകത്തിന്റെ രക്ഷകനാന്നുള്ള ഒരു വെളിപ്പാട് ഒരു ദർശനത്തെ പകരുവാൻ തക്കവണ്ണം അതിന് പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥനമായിട്ട് കർത്താവ് അവളെ പണിതുകൊണ്ടിരുന്നു. സ്തോത്രം. അതൊരു ചെറിയ കാര്യമല്ല ദൈവമക്കളെ. ഹാലലൂയ. കർത്താവിന്റെ ജനനം നമുക്കറിയാം വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ഒരു സംഭവമാണ്. പക്ഷെ ആലയം വിട്ടുപിരിയാതെ സ്തോത്രം രാവും പകൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്ന അന്നയ്ക്ക് ഇത് വെളിപ്പെട്ടു. സ്തോത്രം. പിറന്നിരിക്കുന്ന കുട്ടി മറ്റാരുമല്ല താൻ കാത്തിരുന്ന മസിഹ. ഇവിടെ ഇങ്ങനെ പറയുന്നത് സ്തോത്രം ഹാലലൂയ. അവളും ആ നാഴികയിൽ ആ സമയത്ത് സ്തോത്രം അവളും അടുത്തു വന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. സ്തോത്രം. അവളുടെ ധൈര്യം ഒന്ന് നോക്കിക്കോണേ. സ്തോത്രം. ഹാലലൂയ. ഒരു സമൂഹം മുഴുവൻ ഭയപ്പെട്ടിരുന്നു. ഈവൻ അവരുടെ മാതാപിതാക്കൾ പോലും ഉണ്ടായിരിക്കുന്ന കുഞ്ഞ് മസിഹി എന്ന ലോകത്തോട് വിളിച്ചു പറയാൻ ഹാലലൂയ വിഷമിച്ചല്ലെങ്കിൽ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു പ്രിപ്പറേഷൻ നോക്കി, ഒരു കരുതൽ നോക്കിക്കോണേ. കാത്തിരുന്ന ഹന്നയെ കൊണ്ട് ദൈവം അത് ചെയ്യിച്ചു. അന്നയെ കൊണ്ട് ദൈവം അത് ചെയ്യിച്ചു. അവൾ ദൈവത്തെ അവിടെ നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. അവൾ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ കുഞ്ഞ് സ്തോത്രം ഇത് യെരൂശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ള കുഞ്ഞ് സ്തോത്രം. ഹാലലൂയ. സ്തോത്രം. അവിടെ നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ തുടങ്ങി. യെരൂശലേമിനെ നമ്മുടെ ഓരോരുത്തരെയും വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ കുഞ്ഞാണ് ഇപ്പോൾ ആലയത്തിലായിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ കർത്താവിനെ സ്തുതിക്കാൻ ഇട വന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന ദൈവമക്കളെ നമ്മുടെ ലൈഫിൽ ഏതൊക്കെയും ചില സമയങ്ങൾ നമ്മൾ വിചാരിക്കാത്ത ടേണിംഗ് പോയിന്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. പക്ഷേ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് അവിടെ തീരുകയല്ല. സ്തോത്രം. ഹാലലൂയ. ഇത് നമ്മുടെ ചോയ്സാ. സ്തോത്രം. 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 നമ്മുടെ ചോയ്സാ. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഹാലലൂയ. പിന്നെ സ്തോത്ര ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4:13 എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. സ്തോത്ര. ഹാലയില് നമുക്ക് മുമ്പിൽ എപ്പോഴും ഓപ്ഷൻ. നമ്മളെ ശക്തനാക്കുന്ന ദൈവം ഒരു വശത്തുണ്ട്. അതേസമയം എനിക്കൊരു ശക്തിയുമില്ല, എനിക്കൊരു കഴിവുമില്ലേ, എനിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് ആരുമില്ലേ എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ ലൈഫിന് വേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിന് വേസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അന്ന തിരഞ്ഞെടുത്തത് സ്തോത്രം അവിടെ ലൈഫിനോട് വേസ്റ്റ് ചെയ്യുമായിരുന്നില്ല. സ്തോത്രം. ദൈവത്തിനോട് നിക്ഷേപിക്കുമായിരുന്നു. അവിടെ ഓരോ ദിവസവും നിക്ഷേപിക്കുമായിരുന്നു. ഓരോ ദിവസവും പ്രാർത്ഥനയാൽ ഹാലലൂയ പ്രാർത്ഥനയാൽ ഉപവാസത്താൽ അവരുടെ ലൈഫിനെ ദൈവസന്നിധിയിൽ അവൾ നിക്ഷേപമായിട്ട് കരുതിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ നമുക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിക്ഷേപമാണ്. സ്തോത്രം. അത് അത്രയ്ക്കും പവർഫുൾ ആണ്. ഒരു പക്ഷേ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ നാളുകൾ പ്രാർത്ഥിക്കേണ്ടി വന്നിരിക്കാം. അന്നയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 84 years വരെ ഹാലലൂയ സ്തോത്രം അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ മശിഹ വരും. ഹാലലൂയ. അതെന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്താൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. ആ പ്രാർത്ഥന എന്തായി തീർന്നില്ല. സ്തോത്രം. അത് വേസ്റ്റ് ആയിട്ട് മാറിയില്ല. ഹാലലൂയ. ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ പ്രാർത്ഥന കൊണ്ട് പെട്ടെന്ന് നമ്മുടെ സിറ്റുവേഷൻ മാറിയിട്ടില്ലെങ്കിൽ പോലും അത് നമ്മെ മാറ്റും. ഹാലലൂയ. നമ്മളെ മാറ്റും. സ്തോത്രം. നമ്മെ ചേഞ്ച് ചെയ്യും. സ്തോത്രം. കാരണം ദൈവസന്നി പ്രാർത്ഥിക്കാനിരിക്കുന്ന പ്രാർത്ഥനയ്ക്കിരുന്ന ഓരോ ആളുടെയും ലൈഫ് വേസ്റ്റ് ആയതായിട്ട് ബൈബിൾ പറയുന്നില്ല. സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നാമത്തിൽ ഞാൻ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ ദൈവസന്നിലായിരിക്കുമ്പോൾ വിവിധ വിഷയങ്ങളുമായിട്ടായിരിക്കും നമ്മൾ കർത്താവിനെ സന്നിധിക്കുന്നത്. ഹാലലൂയ. ആ വിഷയങ്ങൾ കർത്താവ് സമയത്ത് മറുപടി തരും. അപ്പോൾ തന്നെ നമ്മുടെ ലൈഫിനെ മാറ്റിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ നമ്മുടെ മേൽ കിടക്കുന്ന അന്ന എന്ന പ്രവാചിയുടെ കോള് തിരിച്ചറിയാൻ നമ്മൾ അറിയാതെ ചില പ്രവാചികമാർ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടാകും. സ്തോത്രം. തക്ക സമയത്ത് കർത്താവ് അതിന് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അതിനുവേണ്ടി വിശ്വസ്തയോടെ അവൾ അന്ന ചെയ്തതുപോലെ ഹാലലൂയ രാവും പകലും പ്രാർത്ഥനയോടെ കിട്ടുന്ന സമയമൊക്കെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ വിളിച്ചു വരുത്തുന്നവരാക്കി സ്തോത്രം. ദൈവം നമ്മെ മാറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ പ്രാർത്ഥിക്കണം. ഹാലലൂയ. കിട്ടുന്ന സമയമൊക്കെ നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഇടവ് നിൽക്കാനും പ്രാർത്ഥിക്കുവാനും ദൈവവുമായിട്ടുള്ള വലിയ ബന്ധത്തിലോട്ട് ഹാലലൂയ നമ്മൾ കടന്നു വരാൻ തക്കോണം ഇടയാക്കിയിരുന്നു. ഹാലലൂയ. സ്തോത്രം. ഹാലലൂയ. ഒരു സമൂഹം
നമ്മളെ നമ്മുടെ നോക്കുമ്പോൾ സ്തോത്രം ഒരുപക്ഷെ ദയനീയ കണ്ണുകളോടെ ആയിരിക്കാം കാണുന്നത് സ്തോത്രം, അല്ലെങ്കിൽ ഹാലലുയ മറ്റ് നമ്മുടെ ബലഹീനതകളെ മുതലെടുത്തുകൊണ്ട് സ്തോത്രം അതിനെ ആഘോഷിക്കുന്ന ഒരു 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 സമൂഹം അല്ലെങ്കിൽ ഒരു ഒരു സിസ്റ്റം ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ടാകാം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാതെ ഹാലലൂയ ഞാൻ എൻ്റെ കർത്താവിന് സ്വന്തമാ, ഇനി എൻ്റെ ലൈഫ് യേശുവിന് വേണ്ടി മാത്രമാ സ്തോത്രം ഹാലലൂയ. വിധവമാരെ മാത്രം ഓർത്തല്ല ഞാൻ പറയുന്നത് സ്തോത്രം, കർത്താവിനെ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദനയുള്ള ബന്ധത്തിലും ഹാലലൂയ യേശു രക്ഷകനായി ഉണ്ടെങ്കിൽ അല്ല ഇനി നമ്മുടെ മേലൊരു ദൗത്യമുണ്ട്, എൻ്റെ ലൈഫിന് മേലൊരു ദൗത്യമുണ്ടെന്നുള്ളൊരു ഒരു 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 മനസ്സിലാക്കി അത് മനസ്സിലാക്കി ചിലവരുടെ മേൽ പ്രത്യേക കോളിംഗ് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പോലും സ്തോത്രം ഞാനും കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു, എൻ്റെ ജീവിതത്തിലും ഒരു ദൗത്യമുണ്ട്, ഒരു അസൈൻമെന്റ് ഉണ്ടെന്നുള്ള ഒരു ഒരു വിശ്വാസത്തോടെ നമ്മൾ കർത്താവിന്റെ സന്നിധി നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് വർത്തായിട്ട് മാറും, നമ്മുടെ ലൈഫ് വിലയേറിയതായിട്ട് മാറും, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നമുക്ക് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവനാമത്തെ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, നമ്മുടെ ആരെയും ലൈഫ് വേസ്റ്റ് അല്ല. ഹാലലൂയ. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലുള്ളവരോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ നമുക്ക് വില തരാതിരിക്കുമ്പോഴും നമ്മൾ വിലയോടെ കാണുന്നു. താന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിന്നെ വിലയേറിയതും മാന്യനുമായിട്ട് ഞാൻ എണ്ണിയിരിക്കുന്നു. അതാണ് സത്യം, അതാണ് സത്യമായ കാര്യം. കർത്താവ് നമ്മൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് സ്തോത്രം. നമ്മുടെ ലൈഫിൽ എന്ത് ട്രാജഡി ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതെങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം സ്തോത്രം. ഈ പകൽക്കാലം അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന വൃഥാവല്ലെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മതി വീണ്ടും പ്രാർത്ഥിക്കുവാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളോട് പറഞ്ഞു അല്ലേ സ്തോത്രം. വിട്ടുപിരിയാതെ നമ്മളെ കൊണ്ട് അതൊന്നും സാധിക്കുന്ന കാര്യമല്ല ഇന്നത്തെ ഒരു കാലത്ത്. ആ ഒരു സിസ്റ്റത്തിൽ പക്ഷെ അത് ഇറ്റ് വാസ് ഓക്കെ, പക്ഷെ ഇന്ന് നമുക്കത് സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ പോലും നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി നൽകുവാൻ, പറ്റുന്ന സമയങ്ങളിൽ ഉപവാസം എടുക്കുവാൻ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നമ്മൾ കാണുക തന്നെ ചെയ്യും. ദൈവം അത് കാണാൻ നമ്മെ സഹായിക്കും. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. ഒരു നിമിഷം ദൈവസേനയിൽ പോയി മുട്ടുകൾ മടക്കുമ്പോൾ അതിന് എണ്ണുന്നൊരു സ്വർഗമുണ്ട്. പ്രൈസല്ലോ. നമ്മൾ സ്തോത്രം പറയുമ്പോൾ അതിന് കാണുന്നൊരു സ്വർഗമുണ്ട്. ഹാലലുയ. അതൊരിക്കലും വൃഥാവല്ല ദൈവമക്കളെ. ഹാലലുയ. അതുകൊണ്ട് ഈ പകൽക്കാല വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയട്ടെ സ്തോത്രം. വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളിലൂടെയും കർത്താവിനെ സ്നേഹിക്കുവാൻ, നമ്മുടെ സ്നേഹത്തെ കർത്താവിന് കൊടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രവാചിയായ അന്നയെ പോലെ സ്തോത്രം ജീവിതത്തിൽ ജീവിക്കാൻ മറന്നുപോകുന്ന അനേക സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. പക്ഷെ അങ്ങനെ ആവാതെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മുടെ ശിഷ്ടായുസ് എത്രയോ നമുക്കറിയത്തില്ല. ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ഇപ്പോൾ കാലദിവസത്തിലായിരിക്കാൻ താല്പര്യപ്പെടുന്നു. കർത്താവിന്റെ ആത്മാവ് ഓരോരുത്തരും ബലപ്പെടുത്തിട്ട് സഹായിക്കട്ടെ. ആമേൻ.